ഹലോ സ്റ്റുഡൻസ്, ഫണ്ടമെന്റൽസ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ തെർമോഡൈനാമിക്സിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണേണ്ടത്. നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മുൻപ് പഠിച്ചിട്ടുണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. അവിടെയാണ് ടെമ്പറേച്ചർ പോലുള്ള അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് മുമ്പ് പല ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് അനദർ വേ ഓഫ് സ്റ്റേറ്റിംഗ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിൽ തെർമോഡൈനാമിക്സിൻ്റെതായ സങ്കല്പങ്ങളാണ് നമ്മൾ ഇവിടെ ആ ലോ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും സിമ്പിളായി പറയാവുന്നത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന ഫോമിലാണ്. യു എന്ന് പറയുന്ന ഇന്റേണൽ എനർജിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ ദ വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ഹീറ്റ് എക്സ്ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ്. അപ്പോൾ ഹീറ്റും ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വാലിറ്റിയാണ് സത്യത്തിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയും. ഒരു ട്രിവിയ കൂടി ഇവിടെ പറയാനുള്ളത്, ഇവിടെ യുവിനോടും ഡബ്ല്യുവിനോടും ഒപ്പം ഇതെല്ലാം ചെറിയ അളവിലുള്ള വ്യത്യാസം എന്ന അർത്ഥത്തിൽ സ്മോൾ ചേഞ്ച് ഓർ ഇൻഫിനിറ്റെസിമലി സ്മോൾ ചേഞ്ച് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഡി യു ഡി ഡബ്ല്യു എന്നൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ക്യൂവിനോടൊപ്പം ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന മറ്റൊരു സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അതിന് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള റീസൺ ആണുള്ളത്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. യുവും ഡബ്ല്യുവും കുറച്ചുകൂടി കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ അതിനൊരു കംപ്ലീറ്റ് ഫംഗ്ഷനാണ് നമുക്ക് പറയാം. എന്നാൽ അതുപോലെ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അല്ല ഹീറ്റ് എക്സ്ചേഞ്ച് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ മറ്റൊരു സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത് ഡി ക്യൂ എന്ന് എഴുതി കഴിഞ്ഞാലും അതിനെ തെറ്റായിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷനിലെ ഓരോ ടേമും വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഡി ക്യൂവിൻ്റെ ഇവിടുത്തെ പ്രാധാന്യം, എന്താണ് ഡി യുവിൻ്റെ പ്രാധാന്യം, എന്താണ് ഡി ഡബ്ല്യുവിൻ്റെ പ്രാധാന്യം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം പരിഗണിക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്താണെന്ന് മുമ്പ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടാവും. അതായത് പ്രഷർ, വോളിയം തുടങ്ങിയ പാരാമീറ്ററുകൾ കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്ന സിസ്റ്റങ്ങളാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റ് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിന് ഉദാഹരണമല്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പരിചയപ്പെടുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം ഒരു ഗ്യാസ് ആണ്. ഒരു മൂവബിൾ പിസ്റ്റൺ ഘടിപ്പിച്ച ഒരു സിലിണ്ടറിനുള്ളിൽ നിങ്ങളൊരു ഗ്യാസ് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ എൻക്ലോസ്ഡ് ഗ്യാസ്. ഇവിടെ പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിനുള്ളിലേക്ക് നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? നമുക്കിവിടെ പല കേസുകൾ പരിചയപ്പെടാം. അതിലൊന്ന്, ഇഫ് ദ വോളിയം ഈസ് അലൗഡ് ടു ചേഞ്ച്. അതായത് ഈ വോളിയം, ഈ പിസ്റ്റൺ മൂവബിൾ പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദിസ് പിസ്റ്റൺ ക്യാൻ മൂവ് ആൻഡ് ദാറ്റ് മീൻസ് വോളിയം ക്യാൻ ബി ചേഞ്ച്ഡ്. വോളിയം ചേഞ്ച് ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഡി വി വിൽ നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം ഡി വി ഈസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ടേം ഈക്വൽ ടു പി ഡി വി ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വർക്ക് ഡൺ. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്യാവുന്ന കണ്ടീഷനിൽ നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിൻ്റെ ഡയറക്ഷൻ കൂടി എടുത്ത് പറയണം. ഹീറ്റ് അകത്തേക്ക് കൊടുക്കുന്നതോ പുറത്തേക്ക് കൊടുക്കുന്നതോ ആവാം. തൽക്കാലത്തെ ഡിസ്കഷൻ്റെ സൗകര്യത്തിന് നമ്മൾ ഹീറ്റ് അകത്തേക്കാണ് കൊടുക്കുന്നത് എന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ ഹീറ്റ് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വോളിയം എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ പി ഡി വി ടേം ദാറ്റ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ ആ ഹീറ്റിൻ്റെ ഒരു ഭാഗം, എ പാർട്ട് ഓഫ് ദാറ്റ് ഹീറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ വർക്ക് ഡൺ എന്ന് പറയാം. ഈ ടെമ്പറേച്ചറും നിങ്ങൾ വേരി ചെയ്യാൻ അനുവദിക്കുന്നു എന്ന് കരുതാം. ദാറ്റ് മീൻസ് ഡി ടി ഈസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്റേണൽ എനർജിയും കൂടും. നമ്മൾ പറഞ്ഞത് ഓർക്കണം, ഇന്റേണൽ എനർജിയുടെ ഒരു മെഷറാണ് സത്യത്തിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നേരിട്ട് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയും മാറുന്നുണ്ടാവും. അപ്പോൾ ഇഫ് ഡി ടി ഈസ് നോട്ട് ഈക്വൽ ടു 0 ദർ വിൽ ബി എ ഇന്റേണൽ എനർജി ചേഞ്ച്. ഇഫ് ഡി വി ഈസ് നോട്ട് ഈക്വൽ ടു 0 ദർ വിൽ ബി എ വർക്ക് ഡൺ ഇൻ ദ സിസ്റ്റം. ഇനി വോളിയം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന്, അതായത് ഡി വി ഈസ് ഈക്വൽ ടു 0, ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം. നിങ്ങൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യാൻ കഴിയാത്ത വിധം ടൈറ്റ് ആക്കി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഹീറ്റ് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർ വിൽ നോട്ട് ബി എനി വർക്ക് ഡൺ ഇൻ ദിസ് സിസ്റ്റം. കാരണം ഡി വി 0 ആയി കഴിഞ്ഞാൽ പി ഡി വി 0 ആവും. പി ഡി വി ആയിരുന്നു വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ ഹീറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ഇൻക്രീസ് ഇൻ ദ ഇന്റേണൽ എനർജി എന്ന് നമ്മൾ കാണണം. ഇനി ഡി ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കരുതാം. യു ഡു നോട്ട്
allow the internal energy to change. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the whole heat will be used for the work done term PdV. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ജനറലി നിങ്ങൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അത് വർക്ക് ഡണ്ണിനും ഇന്റേണൽ എനർജി ചേഞ്ചിനും മാത്രമായിട്ടാണ് ഉപയോഗപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് മറ്റൊരു രീതിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇഫ് യു ട്രൈ ടു പുഷ് ഹീറ്റ് ഇൻസൈഡ്, യു ആർ ഐദർ ചേഞ്ചിങ് യു ഓർ ചേഞ്ചിങ് വി ഓർ ചേഞ്ചിങ് ബോത്ത്. മറ്റൊരു രീതിയിലും പറയാം, നിങ്ങൾക്ക് ഇന്റേണൽ എനർജിയോ വോളിയമോ ഇത് രണ്ടും കൂടിയോ ചേഞ്ച് ചെയ്യാതെ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പുഷ് ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാ കാര്യങ്ങളും നെഗറ്റീവ്, അതായത് വോളിയം ചേഞ്ച് നെഗറ്റീവ് ആകുക, ഇന്റേണൽ എനർജി ചേഞ്ച് നെഗറ്റീവ് ആകുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DQ വിൽ ബി നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഹീറ്റ് പുറത്തേക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് കംപ്രഷൻ ആയിരിക്കും, ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂളിംഗ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ അങ്ങനെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദ എസൻസ് ഈസ് ΔQ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു DU പ്ലസ് PdV. അപ്പോൾ ഈ അടിസ്ഥാന തെർമോഡൈനാമിക് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു സിസ്റ്റം ചേഞ്ചിനും, അതായത് എനി ചേഞ്ച് ഓഫ് സിസ്റ്റം ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോസസ്സ്. അപ്പോൾ ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു പ്രോസസ്സിൻ്റെ സ്വഭാവം കൂടി തീരുമാനിക്കാൻ കഴിയും. നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് അങ്ങനെ പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ an isothermal process is a process that happens at a constant temperature. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഇത് മനസ്സിലാക്കാമെന്ന് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ΔQ ഈസ് ഈക്വൽ ടു DU പ്ലസ് PdV അല്ലേ. അപ്പോൾ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് നോട്ട് ചേഞ്ചിങ്, അതാണല്ലോ നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ DU വിൽ ബി ഈക്വൽ ടു 0. ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അങ്ങനെയെങ്കിൽ ΔQ വിൽ ബി ഈക്വൽ ടു PdV. ദാറ്റ് മീൻസ് ദ ഹോൾ heat exchange will be used for the work done only. അപ്പോൾ അവിടെ ഇന്റേണൽ എനർജിക്ക് വ്യത്യാസമില്ല. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് എക്സാമ്പിൾസ് പ്രധാനമായിട്ടും പറയാം. ഒന്ന് ഒരു ഫേസ് ചേഞ്ച് പ്രോസസ്സാണ്. നമുക്ക് മെൽറ്റ് ആകുന്ന ഐസോ, വേപ്പറൈസ് ചെയ്തു പോകുന്ന വെള്ളമോ ഒക്കെ നമുക്ക് ഫേസ് ചേഞ്ച് ആയിട്ട് കണക്കാക്കാം. അതായത് ഒരു പ്രത്യേക മെറ്റീരിയൽ ഒരു സ്റ്റേറ്റിൽ നിന്നും അതിൻ്റെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു ഐസിലേക്ക് ഒരു തെർമോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐസിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും എന്നറിയാം. ഇനി നിങ്ങൾ ഐസിലേക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐസ് പതിയെ പതിയെ ചൂടാകും. അപ്പോൾ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ -6 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പതിയെ 0യിലേക്ക് വരുന്നത് കാണാം. 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെർമോമീറ്ററിലെ റീഡിങ് താഴാതെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ എപ്പോഴാണ് അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ അത് കുറേ നേരം നിൽക്കും. പിന്നെ ഈ മുഴുവൻ ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 0ൽ നിന്നും പതിയെ 1 to 3 ഡിഗ്രി ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ മെൽറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന ആ സമയത്ത് ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ദെയർഫോർ എ ഫേസ് ചേഞ്ച് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ ഒരു ഒച്ചിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. അതൊരു ആലങ്കാരികമായിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ നിങ്ങളൊരു പിസ്റ്റൺ മൂവ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്യാസ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഹീറ്റ് പതിയെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പിസ്റ്റൺ പതിയെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് കരുതുക. വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ മാറാതെ നിർത്തി പകരം വോളിയം ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും ആ ഹീറ്റിനെ ആ ഗ്യാസ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷേ വളരെ സ്ലോ ആണെങ്കിൽ മാത്രമേ സംഭവിക്കൂ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ കഴിയാത്ത വിധം പെട്ടെന്ന് ഹീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചർ കൂടുന്നതിനും വർക്ക് ഡണ്ണിനും ഒരുമിച്ച് ഉപയോഗിക്കപ്പെടുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എ സ്ലോ പ്രോസസ് ആൻഡ് എ ഫേസ് ചേഞ്ച് ക്യാൻ ബി എക്സാമ്പിൾസ് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിന് ഒരു ഇക്വേഷൻ, നമ്മൾ കോർഡിനേറ്റ്സ് എന്താണെന്നും തെർമോഡൈനാമിക് ലോ എന്താണെന്നും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ലോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു ഐഡിയൽ ഗ്യാസിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫോർ 1 mole ഓഫ് an ഐഡിയൽ ഗ്യാസ് വി നോ PV is equal to RT. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ T കോൺസ്റ്റന്റ് ആയിരിക്കും, R is already a constant. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RT will be another constant, making the term RT is equal to a constant here. So PV is equal to a constant is an equation of isothermal process എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ ഒരു P1 V1 എന്ന സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു P2 V2 എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് ഈ പ്രോസസ്സ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും Pയുടെയും Vയുടെയും അല്ലെങ്കിൽ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ എനി 2 സ്റ്റേറ്റ്സ് ആ പ്രോസസ്സ് നടക്കുമ്പോൾ ആ സിസ്റ്റം കടന്നു പോകുന്ന ഏത് 2 സ്റ്റേറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം
will be the same. അതായത് P1 V1 is equal to P2 V2. ഇത് തന്നെയാകാം P3 B3. നിങ്ങൾക്ക് അങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സ്റ്റേറ്റ്സിനും നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഐസോതെർമൽ പ്രോസസ്സിനെ എങ്ങനെ ഒരു PV ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യും എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു പ്രഷറും വോളിയവും ഇവിടെ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം പോലെയാണ് ഉപയോഗിക്കുന്നത്. PV ഡയഗ്രാം തന്നെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഷറിനെയും വോളിയത്തെയും രണ്ട് XY ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നത് പോലെ ഒരു അനാലഗസ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ PV is equal to constant എന്ന് പറയുന്നതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും P is inversely proportional to V, അല്ലെങ്കിൽ V കൂടുമ്പോൾ P കുറയുന്നതായിട്ട് കാണാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ X ആക്സിസിൽ വോളിയവും Y ആക്സിസിൽ P ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കുറയുക എന്ന് പറയുന്നൊരു ട്രെൻഡാണ് ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഇക്വേഷനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PdV plus VdP is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും dP/dV is equal to minus P/V എന്ന് മനസ്സിലാക്കാം. എന്തിനാണ് dP/dV എടുക്കുന്നത്? നമുക്ക് ഈ കുറയുന്നു എന്ന് മാത്രം മനസ്സിലായാൽ പോരാ, അത് എത്ര വേഗത്തിലാണ് കുറയുന്നത്, അല്ലെങ്കിൽ ദ സ്ലോപ്പ് ഓഫ് ഡിക്രീസ് എത്രയാണെന്ന് അറിയണം. സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണെന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ y-യുടെ കോർഡിനേറ്റ് Pയും x കോർഡിനേറ്റ് Vയും ആയതുകൊണ്ട് സ്ലോപ്പിന് dP/dV ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. സോ dP/dV ഈ ഇക്വേഷനിൽ നമുക്ക് മൈനസ് P/V എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐസോതെർമൽ ഗ്രാഫിന്റെ സ്വഭാവം എങ്ങനെ പറയാം? ഇറ്റ് വിൽ ബി എ ഗ്രാഫ് that decreases when V increases and with a slope equal to minus P/V. അപ്പോൾ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഈ കർവിൽ, അതായത് P1 ഇവിടെ നോക്കിയാൽ P1 V1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും P2 V2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണാം. ഈ കർവിലെ ഈ പാത്ത് ഇതാണ് ആ സിസ്റ്റത്തിന്റെ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവ്. ഈ കർവിൽ എവിടെ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലും ദ പ്രോഡക്റ്റ് ഓഫ് X കോർഡിനേറ്റ് ആൻഡ് Y കോർഡിനേറ്റ് വിൽ ബി ദ സെയിം. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ ആപ്ലിക്കബിൾ ആണ്. അതായത് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ എ PV ഡയഗ്രാം വിൽ ഗിവ് യു ദ വർക്ക് ഡൺ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനുള്ളിൽ എത്രത്തോളം വർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് ഈ കർവിനെ അടിയിൽ എൻക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതിയാകും. മറ്റൊരു കാര്യം കൂടി ഇനി മനസ്സിലാക്കാനുള്ളത്, വാട്ട് ഈസ് ദൻ എലാസ്റ്റിസിറ്റി ഇൻ ഐസോതെർമൽ പ്രോസസ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പിനൊക്കെ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എത്രയാണ്, അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് എത്രയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ പഠിച്ചത്. ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ആണ്. അതായത് അവിടെ ചേഞ്ച് ചെയ്യുന്നത് വോളിയമാണ്, അവിടെ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നത് ഒരു പ്രഷറാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ പ്രഷർ dP. എന്തുകൊണ്ടാണ് പ്രഷറിന് പകരം നമ്മൾ Pക്ക് പകരം dP എടുത്തിരിക്കുന്നതെന്ന് ചോദിക്കാം. പക്ഷേ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിൽ പോലെ ഒരു ഗ്യാസ് പോലൊരു ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിൽ അതിന് ഇൻഹെറൻ്റ് ആയിട്ടൊരു പ്രഷറുണ്ട് അല്ലേ. അതിൻ്റെ ആ ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളിൽ എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷറുണ്ട്. പക്ഷേ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യപ്പെടുകയോ സബ്ട്രാക്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന പ്രഷറാണ്. അത് എക്സ്പാൻഷൻ ആയാലും കംപ്രഷൻ ആയാലും സൈൻ മാറുമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ബാധകമാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ ആബ്സല്യൂട്ട് ഇൻഹെറൻ്റ് പ്രഷർ അല്ല, മറിച്ച് ചേഞ്ച് ഇൻ പ്രഷറാണ്. സോ ദ സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു dP. ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വോളിയമാണ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഷേപ്പ് ചേഞ്ചിന് പ്രസക്തിയില്ല. ഗ്യാസ് അതിനെ എൻക്ലോസ് ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പിലായിരിക്കും എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇവിടുത്തെ വോളിയം സ്ട്രെയിൻ എത്രയാണ്? ദ ചേഞ്ച് ഇൻ വോളിയം dV ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ വോളിയം V. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇവിടെ നമ്മൾ ബൾക്ക് മോഡുലസ് ആണ് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട്. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ആൻ ഐസോതെർമൽ കണ്ടീഷൻ EI ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് dP ആണ്, സ്ട്രെയിൻ dV/V ആണ്. അപ്പോൾ നമുക്കത് V dP/dV എന്ന് കിട്ടും. ഓക്കെ. പക്ഷേ അതേസമയം നമുക്കറിയാം PdV plus VdP is equal to 0 എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും നമുക്ക് V dP/dV കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് P. അപ്പോൾ ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ പ്രഷറിന് ഈക്വൽ ആണ് നമുക്ക് കാണാം. ഇനി ഒരു ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോൾ അവിടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഇത്തരം ഡെറിവേഷൻസ് നമ്മൾ ഈ വീഡിയോയുടെ സ്കോപ്പിൽ ഉൾപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്സിലോ പുസ്തകത്തിലോ റെഫർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഐഡിയ മാത്രമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ വർക്ക് ഡണിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. The infinitesimal work done corresponding to an infinitesimally small change in volume will be dW is equal to PdV. If the volume changes from V1, initial volume V1 to final volume V2, that work done involved will be equal to integral from V1 to V2 PdV. നമുക്കറിയാം ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം PV is equal to RT ആണ്, അല്ലെങ്കിൽ P is equal to RT by V.
അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കറിയാം പി ഈസ് ആൾസോ എ ഫംഗ്ഷൻ ഓഫ് വോളിയം. അത് പിയും വോളിയത്തിനനുസരിച്ച് മാറാം എന്നുള്ളത് കൊണ്ട് ഈ പിയെ കൂടി ഇവിടെ ഇൻ്റഗ്രേഷൻ വിയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിയെ കൂടി വിയുടെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. സോ ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 to v2 RT/v dv എന്ന് കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ you will get a final equation w is equal to RT log e v2/v1. ഇവിടെ നാച്ചുറൽ ലോഗരിതം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണുള്ളത്. എന്തിനാണ് നാച്ചുറൽ ലോഗരിതം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഈ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ 1/vയുടെ ഇൻ്റഗ്രൽ ലോഗ് വി ആണ്. ആ ഇൻ്റഗ്രൽ വി എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റഗ്രൽ ഓഫ് 1/v എന്ന് പറയുന്നത് എപ്പോഴും ലോഗ് ടു ദ ബേസ് ഇ വി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇൻ്റഗ്രേഷനിൽ നാച്ചുറൽ ലോഗരിതം എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ 10 ബേസ് ലോഗരിതത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 2.303 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ബട്ട് ദ ഇക്വേഷൻ ഈസ് എസെൻഷ്യലി സെയിം. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ w is equal to RT log v2/v1 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് അത് ഫിസിക്സ് ആയിട്ട് മാറുന്നത്. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ വർക്ക് ഡൺ? W എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ എന്നനുസരിച്ചിട്ട് അതിൻ്റെ സൈൻ വ്യത്യാസമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈൻ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആറും ടിയും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. കാരണം ടി എപ്പോഴും നമ്മൾ അബ്സല്യൂട്ട് സ്കെയിലാണ് ഉപയോഗിക്കുക. തെർമോഡൈനാമിക്സ് എന്നല്ല ഫിസിക്സിലെ ഏത് ഐഡിയൽ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാലും വെനെവർ യു യൂസ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കെൽവിൻ സ്കെയിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നെഗറ്റീവ് വാല്യൂ ആയിരിക്കില്ല. അപ്പോൾ ആറും ടിയും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് പോസിറ്റീവായി മാറാവുന്നത് എപ്പോഴും ദിസ് റേഷ്യോ v2 and v1 ആണ്. അപ്പോൾ v2 v1നേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കാം. v2 v1നേക്കാളും ചെറുതാണെങ്കിൽ ദിസ് വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ v2 v1നേക്കാളും ചെറുതാകുന്നത് എപ്പോഴാണ്? when there is a compression involved. v2 എപ്പോഴാണ് v1നേക്കാളും വലുതാകുന്നത്? അതായത് ഫൈനൽ വോളിയം ഇനിഷ്യൽ വോളിയത്തേക്കാൾ വലുതാകുന്നത് ആ പ്രോസസ്സ് എക്സ്പാൻഷൻ ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ പറയാം. ഇഫ് ദ isothermal process is an expansion process, the work done will be positive. The work will be done by the system. If it is a compression process, that is v2 less than v1, then this work done will be a negative, or in other words, in a isothermal compression process, work is always done on the system. അതുപോലെ ഇതിനെ നമുക്കറിയാവുന്ന ഒരു ഫിസിക്കൽ ഫിനോമിനലിലേക്ക് അപ്ലൈ ചെയ്യാം. യു ക്യാൻ അപ്ലൈ ദിസ് ടു എ വേപ്പറൈസേഷൻ പ്രോസസ്. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളം നിങ്ങളെടുത്ത് തിളപ്പിച്ച് അതിനെ നീരാവിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ the steam is always occupying larger volume compared to the water. ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ വലിയ വോളിയത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും v2 is greater than v1. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ അകത്തേക്ക് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് വേപ്പറൈസേഷൻ സംഭവിക്കുന്നത്. അത് വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദ ഹീറ്റ് വിൽ ബി given into the system. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ there will be a positive work done. കാരണം ആ വർക്ക് ചെയ്യപ്പെടുന്നത് സിസ്റ്റത്തിലാണ്. ഓക്കെ, നൗ ഐസോതെർമൽ പ്രോസസ്സ് പോലെ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഐസോബാറിക് പ്രോസസ്സ് ആർ പ്രോസസ്സ് that happens at constant pressure conditions and isochoric processes happen at constant volume conditions. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും PV ഡയഗ്രാം ഈ സ്ലൈഡിൽ കാണാം. ഇതാണ് ഐസോബാറിക് പ്രോസസ്സ്. നമുക്ക് കാണാം പ്രഷർ വോളിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രഷർ മാറുന്നില്ല. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ വോളിയം ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എത്രയാണ്? PV is equal to RT എന്ന് പറയുന്ന ഇക്വേഷനിൽ P കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് V/T വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഐസോബാറിക് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ മാറുന്നില്ല, നിങ്ങൾക്ക് ടെമ്പറേച്ചർ മാറ്റാം. പക്ഷേ ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണലായിട്ട് വോളിയവും കൂടിക്കൊണ്ടിരിക്കും. കാരണം ദ V/T റേഷ്യോ ഷുഡ് ബി റിമൈൻ എ കോൺസ്റ്റൻറ്റ്. ഇനി ഒരു ഐസോകോറിക് പ്രോസസ്സ് എടുക്കുക, നിങ്ങൾക്ക് കാണാം വോളിയം വിൽ ഓൾവേസ് റിമൈൻ ദ സെയിം irrespective of the value of the pressure. അപ്പോൾ PV is equal to RT യിൽ V കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ P/T is equal to a കോൺസ്റ്റൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പ്രഷറോ ടെമ്പറേച്ചറോ വേരി ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ഓൾവേസ് ബി അക്കമ്പനീഡ് ബൈ ദ ഇൻക്രീസ് ഇൻ അതർ ക്വാണ്ടിറ്റി. നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രഷർ അതിനോടൊപ്പം കൂടും, പ്രഷർ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും അതിനനുസരിച്ച് കൂടും. അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് നിങ്ങളൊരു സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയോ മറ്റോ ചെയ്ത് വഴി അതിൻ്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോടൊപ്പം പ്രഷറും കൂടും എന്നാണ് ഈ ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. P കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ V കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ P/dV എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഒരു ടേം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഡെൽറ്റ Q വിൽ ബി ഈക്വൽ ടു ദ du, അല്ലെങ്കിൽ ദ എൻറ്റയർ ഹീറ്റ് എക്സ്ചേഞ്ച് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. You are trying to understand what is the concept of specific heat capacity using first law.
അപ്പോൾ ഫസ്റ്റ് ലോ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴാണ് കൂട്ടുന്നത്? നിങ്ങൾ അതിലേക്ക് ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഉയരും എന്ന് കാണാം. പക്ഷേ നമുക്കെല്ലാം ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എല്ലാ വസ്തുക്കളെയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരേ എളുപ്പത്തിൽ ചൂടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു അടുപ്പിലേക്ക് ഒരു ഇരുമ്പ് കട്ട എടുത്ത് വെച്ചിട്ട് അകത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇരുമ്പ് കട്ടയുടെ ടെമ്പറേച്ചർ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ഹീറ്റ് കണ്ടന്റ് വളരെ പെട്ടെന്ന് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിന് അതിലേക്ക് നിങ്ങൾ വിരൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാം ആ വെള്ളത്തിൽ ചൂടായി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതായത് കൂടുതൽ ഹീറ്റ് കൊടുത്താൽ മാത്രമേ വെള്ളത്തിന് ടെമ്പറേച്ചർ ഉയരൂ എന്ന് കാണാം. അതിൻ്റെ ഫിസിക്കൽ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അയൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതേ കാര്യം നമ്മൾ ഗ്യാസുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി, ഒരു കോംപ്ലിക്കേഷൻ കൂടി അതിനകത്തുണ്ട്. അതായത് നിങ്ങൾ ഒരു ഗ്യാസിനേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹീറ്റ് അതിനെ ചൂടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെ ഉയരുന്നു എന്നുള്ളത് അതിൻ്റെ ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ രണ്ട് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. യു ക്യാൻ എക്സ്ചേഞ്ച് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷൻ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ. ഇത് രണ്ടിലും ഈ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഉയരുന്നത് രണ്ട് നിരക്കിലായിരിക്കും. കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗിവൺ ബൈ എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ. കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ ഡി ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് എഴുതാം. കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ ഈ ക്യൂവിനകത്ത് പി ഡി വി ഉണ്ടാവില്ല, കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് ഡി ഡോ യു ബൈ ഡോ ടി തന്നെയാണ്. പക്ഷേ പ്രഷർ കോൺസ്റ്റന്റ് ആയി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ദ വോളിയം ഈസ് ഓൾസോ സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് ഇന്റേണൽ എനർജി ഈസ് ഓൾസോ സബ്ജക്ട് ടു ചേഞ്ച്. അപ്പോൾ അത് ജനറലി ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നായിരിക്കും എഴുതുക. ഇനി ഇതിൽ സി പി ആണോ സി വി ആണോ വലുത് എന്ന് ചോദിക്കാം. സി പി വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ സി വി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആലോചിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു ഗ്യാസ് ഇങ്ങനെ എടുക്കുന്നു, അപ്പോൾ അതിൻ്റെ ഈ പിസ്റ്റൺ മൂവബിൾ ആണ് എന്ന് കരുതുക. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു മൂവ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, ആ ഹീറ്റിൻ്റെ ഒരു ഭാഗം ഈ വർക്ക് ഡണിൻ്റെ ഫോമിലും മറ്റൊരു ഭാഗം ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആയിട്ടും മാറും. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ് നമ്മൾ ശരിക്കും ദ റേസ് ഇൻ ടെമ്പറേച്ചർ ആയിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിൽ ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നു, കാരണം വോളിയം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പ്രഷർ മാറുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഹീറ്റ് എക്സ്ചേഞ്ച് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ബോത്ത് വർക്ക് ഡൺ ആൻഡ് ഇന്റേണൽ എനർജി ചേഞ്ച്. എന്നാൽ നിങ്ങൾ കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിലാണ് അതേ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ വർക്ക് ഡൺ. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മൂവ് ചെയ്യില്ല, ദർ ഇസ് നോ ഡി വി, അപ്പോൾ ദർ ഇസ് നോ വർക്ക് ഡൺ. അപ്പോൾ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു ഡി യു. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഹീറ്റ് മുഴുവൻ അതിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും. അതിനർത്ഥം എന്താണ്? ആ ഹീറ്റ് മുഴുവൻ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ കോൺസ്റ്റന്റ് വോളിയം ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഹീറ്റിൽ തന്നെ കൂടുതൽ ടെമ്പറേച്ചർ റൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിൽ ബി ലെസ് കമ്പയർഡ് ടു എ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ അല്ലേ. കാരണം പ്രഷർ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ മാത്രമായിട്ടല്ല ഉപയോഗിക്കുക, മറിച്ച് അതിൻ്റെ വർക്ക് ഡണിൻ്റെ ഭാഗത്തേക്ക് കൂടി വീതിക്കപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് സി പി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി എന്ന് പറയാം. ഇനി ഫസ്റ്റ് ലോ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കരുതാം, മനസ്സിലാക്കാം. അപ്പോൾ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി എന്നൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറയും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് കോർഡിനേറ്റ്സ്. അത് വോളിയത്തെയും ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ആശ്രയിച്ചിരിക്കും. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റി മതി നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ. കാരണം മൂന്നാമത്തെ ക്വാണ്ടിറ്റി, ഈ രണ്ട് ക്വാണ്ടിറ്റിയും നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് വോളിയമോ ടെമ്പറേച്ചറോ പ്രഷറോ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതിയാകും. ഇവിടെ നമ്മൾ സൗകര്യത്തിന് വിയും ടിയും എടുക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡി യു ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി എന്ന് കിട്ടും. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ, ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ യു മാറില്ല എന്ന് നമുക്കറിയാം. കാരണം ടെമ്പറേച്ചറും ഇന്റേണൽ എനർജിയും സെയിം ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജിയും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദിസ് ടേം വിൽ ബി പ്രാക്ടിക്കലി 0. അപ്പോൾ ഡി യു ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ടി ടി എന്ന് നമുക്ക് എഴുതാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇവിടെ ഡി യുവിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡി ടി പ്ലസ് പി ഡി വി എന്ന് എഴുതാം. ഇതിൻ്റെ
ഈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഡെറിവേറ്റീവ് ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി ഇതേ ഇക്വേഷനെ കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡെൽറ്റ ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കാരണം കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിൽ ഡി വി 0 ആയി പോകും. അപ്പോൾ ഈ സെക്കൻഡ് ടേം ഉണ്ടാവില്ല. സോ ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിച്ച് വിൽ ബി ഈക്വൽ ടു ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വി. ഇനി ഇതേ ഇക്വേഷൻ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലാണെന്ന് കരുതൂ. ഡെൽറ്റ ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ദാറ്റ് ക്വാണ്ടിറ്റി ദിസ് ക്വാണ്ടിറ്റി വിൽ ബി ഈക്വൽ ടു സി പി. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഇത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ സി പി ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനാണ് ഉള്ളത്. അപ്പോൾ അതെന്തിന് ഈക്വലാണ്? സി വിക്ക് ഈക്വലാണ്. അപ്പോൾ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ഈ ദിസ് ക്വാണ്ടിറ്റി ഡോ വി ബൈ ഡോ ടി ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈ ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ കൂടി നമുക്ക് കണ്ടെത്താം. അതിന് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഈസ് ഈക്വൽ ടു ആർ ടി. ഇതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പി ഡി വി പ്ലസ് വി ഡി പി ഈസ് ഈക്വൽ ടു ആർ ഡി ടി എന്ന് കിട്ടും. അതിനെ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. ഇതേ ഇക്വേഷൻ നിങ്ങൾ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ ഈ ഡോ വി ബൈ ഡോ ടി കോൺസ്റ്റന്റ് പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ ഇക്വേഷനിലെ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ എടുക്കുക. കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷൻ ആകുമ്പോൾ ഡി പി 0 ആയി പോകും. അപ്പോൾ പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. ഇത് ഡി വി ബൈ ഡി ടിയും ഡോ വി ബൈ ഡോ ടി എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് വി ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ഡെറിവേറ്റീവ് ആണ്. ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയാം. ഇവിടെ ഡോ വി ബൈ ഡോ ടി നമ്മൾ എഴുതുന്നത് വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് അതർ ക്വാണ്ടിറ്റീസ് ഓൾസോ. മറ്റ് ക്വാണ്ടിറ്റീസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ ടി മാത്രം വേരി ചെയ്താൽ വിക്ക് എന്ത് വേരി ചെയ്യും? അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിലെ വേരിയേഷൻ വോളിയത്തെ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന ക്വാണ്ടിറ്റിയാണ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ പി വിൽ ഈസ് ഈക്വൽ ടു ആർ എന്ന് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഈ ടേം ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് ടേം ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ നമുക്ക് സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് കിട്ടും. ഓർ ഇൻ അതർ വേർഡ്സ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആൻഡ് ഇതിനെയാണ് നമ്മൾ മേയേഴ്സ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ റിസൾട്ടിൻ്റെ പ്രത്യേകത എന്താണ്? സി പിയും സി വിയും ഒരേ ഗ്യാസിൻ്റെ രണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്. രണ്ട് കണ്ടീഷനിൽ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കോൺസ്റ്റന്റ് വോളിയം കണ്ടീഷനിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഗ്യാസ് ഏത് തന്നെ ആയാലും അതിൻ്റെ സി പിയും സി വിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ആൻഡ് ദാറ്റ് നമ്പർ വിൽ ഓൾവേസ് ബി സെയിം ഫോർ എവറി ഗ്യാസ്. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഇതിനെയാണ് നമ്മൾ മേയേഴ്സ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി മനസ്സിലാക്കണം. ഈ ലേറ്റന്റ് എന്ന വാക്കിന് അർത്ഥം ഉറങ്ങിക്കിടക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ലേറ്റന്റ് ഹീറ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഫേസ് ചേഞ്ചിന്റെ ഉദാഹരണത്തിൽ സൂചിപ്പിച്ചു. അതായത് നിങ്ങൾ ഒരു മെൽറ്റിംഗ് ഐസ് ക്യൂബിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഉയരുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ഹീറ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എൻ ഐസോതെർമൽ പ്രോസസ് എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അകത്തേക്ക് കൊടുക്കുന്ന ഹീറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എവിടെ ഒളിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഹീറ്റിനാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ ലേറ്റന്റ് ഹീറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ ഫേസ് ടു അനദർ. നിങ്ങൾ 1 കിലോഗ്രാം വെള്ളം എടുത്തിട്ട് അതിനെ പൂർണ്ണമായിട്ടും വേപ്പറാക്കി മാറ്റി നിങ്ങൾക്ക് എത്ര ഹീറ്റ് ആവശ്യമായിട്ട് വരുമോ അതിനാണ് വെള്ളത്തിൻ്റെ ലേറ്റന്റ് ഹീറ്റ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിന് നമ്മൾ എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. അത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നിങ്ങനെ പല തരത്തിലുണ്ട്. നിങ്ങൾ സോളിഡിനെ ലിക്വിഡാക്കി മാറ്റുന്ന കേസിലാണ് എന്നുണ്ടെങ്കിൽ ആ ഹീറ്റിനെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡിനെ വേപ്പറാക്കി മാറ്റാനാണെങ്കിൽ അതിനെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നും പറയും. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് ലേറ്റന്റ് ഹീറ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഡി യു എന്ന് പറയുന്നത് U2 മൈനസ് U1 ആയി. കാരണം ഇവിടെ രണ്ട് ഫേസിലുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, വാട്ടർ എന്ന കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റ് ആണെന്ന് കരുതാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ ഇൻവോൾവ് ആണ്. അപ്പോൾ U2 ഈസ് ദ ഇന്റർണൽ എനർജി കറസ്പോണ്ടിങ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്. ഇവിടുത്തെ ഉദാഹരണത്തിൽ ദാറ്റ് ഈസ് ദ U2 ഈസ് ദ ഇന്റർണൽ എനർജി ഓഫ് ദ വാട്ടർ വേപ്പർ ആൻഡ് U1 ഈസ് ഇന്റർണൽ എനർജി ഓഫ് ലിക്വിഡ് വാട്ടർ. വോളിയം ചേഞ്ച് എങ്ങനെയാണ്? V2 മൈനസ് V1 ആണ്. V2 ഈസ് ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ steam or the water vapor and V1 is the volume occupied by the liquid water. അപ്പോൾ അവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് that heat required for the phase change or that is the latent heat L is equal to the change in internal energy U2 minus U1 plus P into V2 minus V1 അല്ലെങ്കിൽ വോളിയത്തിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുന്നത്.
ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. പിന്നെയും കാണാം. നമസ്കാരം.